ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണിത്. ലേറ്റസ്റ്റ് അല്ല, ഏപ്രിൽ മാസത്തിൽ ഏകദേശം നമുക്ക് ലഭ്യമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൺസംഷനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ചൈനയാണ്, രണ്ടാമതാണ് ഇന്ത്യ. പക്ഷേ വീടുകളിൽ, ഇന്ത്യൻ ഗൃഹങ്ങളിൽ, ഇന്ത്യൻ ഹൗസ് ഹോൾഡ്, അതായത് നമ്മളുടെ വീടുകളിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ അളവുകൾ എടുത്തു നോക്കുമ്പോൾ ഏകദേശം 200 ലക്ഷം കോടി രൂപയിൽ പരം വരുന്ന സ്വർണം ഇന്ത്യയുടെ, അതായത് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ വീടുകളിൽ ഉള്ള സ്വർണത്തിൻ്റെ കണക്കെടുക്കുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 200 ലക്ഷം കോടി രൂപയുടെ സ്വർണം എന്ന് പറയുമ്പോൾ ഏകദേശം 25,000 ടൺ സ്വർണം ഇന്ത്യയിലെ വ്യക്തികളുടെ കുടുംബ ഫാമിലി വീടുകളിലും അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളിൽ നമുക്കറിയാം, അമ്പലങ്ങൾ, ആരാധനാലയങ്ങളിൽ സ്വർണ്ണങ്ങളുണ്ടല്ലോ, തീർച്ചയായിട്ടും കാണാം. പ്രത്യേകിച്ച് ആം, ഹിന്ദു കൾച്ചറുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങളിലൊക്കെ തന്നെ സ്വർണത്തിൻ്റെ ശേഖരമുണ്ട്. അത് ചെറുതും വലുതായിട്ടുള്ള അമ്പലങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ കണക്കുകളെല്ലാം എടുക്കുമ്പോൾ ഏകദേശം 25,000 ടണ്ണിന് മുകളിലുള്ള സ്വർണം ഇന്ത്യയിലുണ്ട്. അത് ഏകദേശം 200 ലക്ഷം കോടി രൂപയുടെ സ്വർണം. അതിൻ്റെ മൂല്യം കണക്കാക്കുമ്പോൾ അത് നമ്മൾ ജി ഡി പി കണക്കിൽ, ജി ഡി പി അല്ല, ഏകദേശം ഡോളർ കണക്കിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് എത്രത്തോളം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം $2.29 ട്രില്യൺ വാല്യൂ ഉണ്ട് അതിന്. ഈ $2.29 ട്രില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളുടെ ഇപ്പോഴത്തെ ജി ഡി പിയുടെ ഏകദേശം പകുതിക്ക് മുകളിൽ വരും. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ ജി ഡി പി $4 ട്രില്യൺ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ 2 ട്രില്യൺ പകുതി അതിന് മുകളിൽ വരും, ഏകദേശം $2.29 ട്രില്യൺ. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ജി ഡി പി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് കൂടുതലാണ് ഈ ഒരു മൂല്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഏകദേശം 188.9 ലക്ഷം കോടി, അതായത് 200 ലക്ഷം, റഫായിട്ടുള്ള എസ്റ്റിമേറ്റ് 200 ലക്ഷം കോടി രൂപയുടെ സ്വർണത്തിൻ്റെ മൂല്യമുണ്ട്. അതായത് അതിൻ്റെ മൂല്യം നമ്മൾ കണക്കാക്കും. ചൈനയാണ് ഒന്നാമത്തെ കൺസംഷൻ ലിസ്റ്റിൽ, രണ്ടാമത് ഇന്ത്യക്കാണ് സ്ഥാനം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ ഫാമിലിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യക്തികളെ സംബന്ധിച്ച് സ്വർണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് സ്വർണത്തിന് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൻ്റെ കാര്യമൊക്കെ എടുക്കുമ്പോൾ കേരളത്തിലല്ല, ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലും അല്ലെ, ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എല്ലാവർക്കും സ്വർണത്തിൽ ഭ്രമമുണ്ട്, ഇന്ത്യയിൽ പ്രത്യേകിച്ച്. അപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർ വാങ്ങിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ അവർ സ്വന്തമാക്കുന്ന സ്വർണത്തിൻ്റെ അളവ് വ്യത്യാസമാകും. കൂടുതൽ സമ്പത്തുള്ള അല്ലെങ്കിൽ ധനികരായിട്ടുള്ള ആൾക്കാർ കൂടുതൽ സ്വർണം വാങ്ങുന്നു, ഇടത്തരം ആൾക്കാർ അവരുടെ അവസ്ഥയനുസരിച്ച് വാങ്ങുന്നു. തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാരും നമുക്കറിയാം, അവരുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കുറച്ചെങ്കിലുമൊക്കെ സ്വർണം കാണും. അപ്പോൾ ഇന്ത്യയിലെ അവസ്ഥ അങ്ങനെയാണ്. അത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഞങ്ങളുടെ ഭാഗമാണ്. ഏറ്റവും അധികം സ്വർണം ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഇവിടെ പട്ടിക എടുത്ത് നോക്കുമ്പോൾ ചൈനയാണ് മുമ്പിൽ, രണ്ടാമത് ഇന്ത്യക്കാണ് സ്ഥാനം. പിന്നെ അമേരിക്ക, ജർമ്മനി, ടർക്കി, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ആദ്യത്തെ 5 സ്ഥാനങ്ങളിലുള്ളൂ. ചൈന, ഇന്ത്യ, അമേരിക്ക, ജർമ്മനി, ടർക്കി. പല രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്കിലുള്ള സ്വർണത്തേക്കാൾ കൂടുതൽ ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത്. ഈ പല രാജ്യങ്ങളിൽ ഏകദേശം 10 രാജ്യത്തിൻ്റെ 10 രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട 10 രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കിൻ്റെ കൈവശമുള്ള സ്വർണത്തേക്കാൾ കൂടുതൽ ഇന്ത്യയുടെ ഈ ഹൗസ് ഹോൾഡ് ഗോൾഡ്, അതായത് നമ്മുടെ ഗൃഹങ്ങളിൽ വ്യക്തികളുടെ കൈകളിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകൾ നമ്മളെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇന്ത്യയിൽ സ്വർണത്തിന് എത്രമാത്രം, അപ്പോൾ ഇന്ത്യയിൽ
ഇപ്പോൾ ഇന്ത്യയിൽ അത്രയും വ്യാപകമായിട്ട് ചൈനയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ചൈനയാണ് കൺസംഷനിൽ ഒന്നാം സ്ഥാനത്ത്, ഇന്ത്യ രണ്ടാം സ്ഥാനത്ത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം ഗോൾഡിൻ്റെ ഇമ്പോർട്ടൻസ്, ജനങ്ങളുടെ ജീവിതത്തിലെ ഗോൾഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്കറിയാം ചെയ്യും. വീട്ടുശേഖരത്തിൽ 25,000 ടൺ എന്ന് പറഞ്ഞു. മതസ്ഥാപനങ്ങളിലെയും കൂടെ കണക്കെടുത്തണം. മതസ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഹിന്ദു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ആരാധനാലയങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം ഒന്നാം സ്ഥാനത്തിരിക്കുന്ന പല ക്ഷേത്രങ്ങളെ എടുത്ത് നോക്കുമ്പോഴും പിന്നെ മറ്റ് മതസ്ഥാപനങ്ങളിലൊക്കെ തന്നെ കാണും ഗോൾഡിൻ്റെ ശേഖരം. കാരണം അവരെല്ലാം പലതരത്തിലുള്ള സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും സോറി ഈ പറഞ്ഞ മതസ്ഥാപനങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള സ്വർണ്ണശേഖരം കാണുവാൻ സാധ്യതയുണ്ട്. അതുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഏകദേശം 2.4 ട്രില്യൺ ഡോളർ, 200 ലക്ഷം കോടി. 2.4 ട്രില്യൺ എന്ന് പറഞ്ഞാൽ പല റിപ്പോർട്ടുകളും പല രീതിയിലാണ് പറയുന്നത്. 2.29 എന്ന് പറയുന്നു, 2.4 എന്ന് പറയുന്നു. എന്നാലും ഓക്കെ, അപ്രോക്സിമേറ്റ്ലി നമുക്ക് 2.3 ടു 2.4 ട്രില്യൺ ഡോളറിൻ്റെ 200 ലക്ഷം കോടി രൂപ വില മതിക്കുന്ന ഏകദേശം 188, ഇവിടെ പറയുന്നത് 188.9 ലക്ഷം കോടിയാണ്. ഓക്കെ, 188.9 ലക്ഷം മുതൽ 200 കോടി രൂപ വരെ എന്നുള്ള അപ്രോക്സിമേറ്റ് ഒരു ബാൻഡിനകത്ത് നമുക്കതിനെ അസ്യൂം ചെയ്യാം. നമുക്കതല്ല ഏകദേശം ഈ ഒരു മൂല്യം ഉണ്ടാകും എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിലാണ് പറയുന്നത്. അതോറിറ്റിയാണ് ഇതിൻ്റെ ഗോൾഡിൻ്റെ. നമുക്ക് ഏത് കാര്യത്തിലുണ്ടല്ലോ അതോറിറ്റി മീൻസ് ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ കാണുമല്ലോ നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും. അപ്പോൾ ഇത് ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP-യുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 56%. ശരിയാണ്. കാരണം 4 ട്രില്യൺ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതി 2 ട്രില്യനാണ്. 4 ട്രില്യൺ ഡോളറിൻ്റെ എക്കോണമി ആയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആയിട്ടുണ്ടെന്നും ഇല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കൊരു 3 ഇന്ത്യയുടെ എക്സാക്ട് GDP ഇപ്പം ഞാൻ ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാലും ഒരു 3.75 ടു 4 ട്രില്യൺ ഡോളറിനൊക്കെ ഇന്ത്യയുടെ GDP ഉണ്ടെന്ന് നമ്മൾ കരുതുക. അപ്പോൾ അതിൻ്റെ ഒരു 56% വരും 2.29 അല്ലെങ്കിൽ 2.4 ട്രില്യൺ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം 50% മേളിൽ എന്തെങ്കിലും വരും. ഇന്ത്യൻ GDP-യുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 56% അല്ലെങ്കിൽ 50%-ന് മുകളിൽ വില വരുന്ന, മൂല്യം വരുന്ന സ്വർണം ഇന്ത്യയുടെ ഗൃഹങ്ങളിൽ, മതസ്ഥാപനങ്ങളിൽ കൈവശമുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. HSBC-യുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അതായത് കുടുംബങ്ങളിലൊക്കെ തന്നെ അവരുടെ കൈകളിലുള്ള സ്വർണം ലോകത്തെ 10 പ്രമുഖ കേന്ദ്ര ബാങ്കുകളിലെ സെൻട്രൽ ബാങ്ക്സ്, പ്രമുഖ സെൻട്രൽ ബാങ്ക്സ് ആണ് നമുക്കറിയാം. ഒന്ന് അമേരിക്ക, ബ്രിട്ടൻ, US, ജർമ്മനി, ഫ്രാൻസ്, റഷ്യ, ചൈന, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, ടർക്കി എന്നീ രാജ്യങ്ങളിലെ സർക്കാരുകളുടെ ശേഖരത്തിലുള്ളതിനേക്കാൾ 10 പ്രമുഖ കേന്ദ്ര ബാങ്കുകളിലെ സ്വർണ്ണ ശേഖരത്തേക്കാൾ കൂടുതലാണെന്നാണ് പറയുന്നത്. പിന്നെ US, ജർമ്മനി, ഫ്രാൻസ്, റഷ്യ, ചൈന, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, ടർക്കി ഈ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ കൈകളുള്ള ശേഖരത്തിനേക്കാളും സ്വർണ്ണ ഇന്ത്യയിൽ സ്വകാര്യ വ്യക്തികളുടെ ഈ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യ സർക്കാരിൻ്റെ കൈവശമുള്ള സ്വർണ്ണ ശേഖരത്തെക്കാളും കൂടുതലാണ് ഇത്. കാരണം 25,000 ടൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം കാര്യമൊന്നുമല്ല. സർക്കാരുകൾ പണനയത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണം സൂക്ഷിക്കുന്നത്. അതായത് പണം മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട്. ഇന്ത്യയിലെ ജനങ്ങൾ സ്വർണത്തിനുള്ള പ്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. വളരെ പരമ്പരാഗതമായിട്ട് നമ്മൾ സ്വർണത്തിനോട് വളരെ ആഭിമുഖ്യം കാണിക്കുന്നൊരു ജനസമുദായമാണ്. അങ്ങനെ ഒരു സംസ്കാരം പുലർത്തുന്ന ജനങ്ങളുമാണ് നമ്മൾ. അപ്പോൾ ലോകത്തിലെ 2ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ഏതിൽ, ഈ കൺസംഷനിൽ. 1ാമത് ചൈനയ്ക്കാണ്, 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഏകദേശം നമ്മൾ ആനുവലി അല്ലെങ്കിൽ പ്രതിവർഷം 700 മുതൽ 900 ടൺ വരെ സ്വർണത്തിൽ ഇറക്കുമതി നമ്മൾ ചെയ്യുന്നുണ്ട്. 2020 മുതൽ 800 ടൺ വരെ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജനങ്ങളെ സംബന്ധിച്ച് വളരെ സേഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിനെതിരെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ആയുധമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ടാണ് ഇന്ത്യക്കാർ പൊതുവെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതും സ്വർണം കൈവശം വെക്കുന്നതും.
കാരണം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ സ്വർണം കൊണ്ട് പണയം വെച്ച് നമുക്ക് തീർച്ചയായിട്ടും ലോണുകൾ എടുക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ഫൈനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാനോ ഒക്കെ തന്നെ നമുക്ക് സാധിക്കും അല്ലേ? അങ്ങനെ പല ആൾക്കാരും, ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ ആവശ്യങ്ങൾ, ഇമർജൻസി അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് അങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ട് സ്വർണ്ണം ഉള്ളതുകൊണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുന്നത്, പ്രൊട്ടക്റ്റീവായിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം അവരുടെ സ്വർണത്തിൻ്റെ ശേഖരം, ഗവൺമെൻറ്റുകൾ പ്രത്യേകിച്ച് അവരുടെ സെൻട്രൽ ബാങ്കുകൾ എല്ലാം സ്വർണത്തിൻ്റെ ശേഖരം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആഗോള തല സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പിന്നെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ സംഘർഷങ്ങൾ, ഇതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് ലോകത്തിലെ ഇപ്പോൾ ചൈന ആയാലും ശരി, റഷ്യ ആയാലും ശരി, ഇന്ത്യ ആയാലും ശരി, ഇന്ത്യയുടെ RBI ആയാലും ശരി, സ്വർണത്തിൻ്റെ ശേഖരം കൂട്ടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. നമ്മുടെ RBI, നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBIയുടെ കൈവശം 820 ടൺ സ്വർണ്ണമുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിൽ 14% വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ സെൻട്രൽ ബാങ്കും സ്വർണം ശേഖരിക്കുന്നതിൽ കൂടുതൽ പ്രൊവാക്റ്റീവാണ്. എല്ലാ പ്രധാനപ്പെട്ട സെൻട്രൽ ബാങ്കുകളും സ്വർണം ശേഖരിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അപ്പം നമ്മളുടെ ഈ പറഞ്ഞ 25,000 ടൺസ് എന്ന് പറയുന്നത് ലോകത്തിലെ 10 പ്രധാനപ്പെട്ട സെൻട്രൽ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ G7 രാജ്യങ്ങളുണ്ട്. ഈ G7 രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ G7 രാജ്യങ്ങളെന്ന് പറഞ്ഞ് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ 7 പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇപ്പം US ഒക്കെ സമ്മതിക്കാം. US-ൻ്റെ GDP നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 10-30 ട്രില്യൺ ഡോളറിൻ്റെ GDP ആണ്. ബാക്കി G7-ലുള്ള 6 രാജ്യങ്ങൾ, ജർമ്മനി, ഫ്രാൻസ്, കാനഡ, ജപ്പാൻ, UK, പിന്നെ ഒരു രാജ്യങ്ങളുണ്ടല്ലോ G7-ൽ, ഇറ്റലിയാണെന്ന് തോന്നുന്നു, ഇറ്റലി. ഓക്കെ. അപ്പോൾ അമേരിക്ക ഒഴിച്ച് ബാക്കി 6 രാജ്യങ്ങളുടെ GDP എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചൈനയുടെ തൊട്ടടുത്ത് പോലും വരത്തില്ലായിരിക്കും. ഇപ്പം ജർമ്മനിയുടെ 5 ട്രില്യൺ, പിന്നെ ഫ്രാൻസിൻ്റെ ഏകദേശം 3, നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെയും ഏകദേശം 3 ട്രില്യണിനകത്ത്. അപ്പോൾ 5, 3, 8, 3, 11. ഇറ്റലിയുടെ 1 ട്രില്യനേ ഉള്ളൂ. കാനഡയുടെ അത്രയൊക്കെ വരത്തുള്ളൂ. ജപ്പാൻ്റെ 4 ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടി നോക്കിക്കഴിഞ്ഞാലും ചൈനയുടെ GDP അടുത്ത് തന്നെ വരും കമ്പൈൻഡ് ആയിട്ട്. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് അവരെല്ലാം തന്നെ ചൈനയ്ക്ക് ഒത്തിരി പുറകിലാണ്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസിൻ്റെ ഗ്രൂപ്പാണിതെങ്കിൽ തീർച്ചയായിട്ടും ചൈന, ഇന്ത്യയൊക്കെ അതിനകത്തിൽ G7-നകത്ത് വരേണ്ടതാണ്. ഓക്കെ, ഇപ്പം ഇന്ത്യയെ കുറച്ചാളുടെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിൽ. നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ളൊരു മെമ്പറോ അല്ലെങ്കിൽ നമുക്ക് മെമ്പർഷിപ്പോ കിട്ടിയിട്ടില്ല. ഒരു ഇൻവൈറ്റ് ആയിട്ട് നമുക്ക് അവസരം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് പല രാജ്യങ്ങളുണ്ട് അതിനകത്തിൽ എന്നുള്ളതാണ് അവിടെ. അപ്പം ഈ G7 എന്നുള്ളത് എൻ്റെ അറിവിൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക്സ് ഉള്ള 7 രാജ്യങ്ങളാണ്. അമേരിക്ക, ബ്രിട്ടൻ, അതായത് അമേരിക്കയുടെ ഫെഡറൽ റിസർവ് സിസ്റ്റം, ബ്രിട്ടൻ്റെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ഫ്രാൻസിൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെ പേരറിയില്ല, ജർമ്മനിയുടെയും പിന്നെ പേരറിയാം പക്ഷേ അത് എനിക്ക് ഓർമ്മ വരുന്നില്ല. പിന്നെ ബാങ്ക് ഓഫ് ജപ്പാനാണ് ജപ്പാൻ്റെ. പിന്നെ ഇറ്റലിയുടെയും ഒരുപക്ഷെ ബാങ്ക് ഓഫ് ഇറ്റലി എന്ന് വല്ലതായിരിക്കാം. കാനഡയുടെയും അതുപോലെ ഏതെങ്കിലും ഒരു പേര് കാണുമല്ലോ തീർച്ചയായിട്ടും സെൻട്രൽ ബാങ്കിന്. ബാങ്ക് ഓഫ് കാനഡ എന്ന് എന്തെങ്കിലും കാണും. അത് നമ്മൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 7 സെൻട്രൽ ബാങ്കുകളാണ് G7 എന്ന് പറഞ്ഞത്. പിന്നെ വരുന്ന 2-3, ഇപ്പോൾ ചൈന ആയിരിക്കാം 10 ടോപ്പ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ ഈ 7 G7-ൻ്റെ 7 കഴിഞ്ഞ് ബാക്കിയുള്ള ചൈന, ഒരുപക്ഷെ വേറെ ഏതാണ് രാജ്യം സെൻട്രൽ ബാങ്ക് പവർഫുൾ ആകാൻ സാധ്യതയുള്ളത്? റഷ്യയുടെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. എന്നാലും പിന്നെ യൂറോപ്പിലുള്ള ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് തന്നെ ആയിരിക്കും, സ്വിറ്റ്സർലൻഡും അതുപോലെ ഏതെങ്കിലും. ഓക്കെ, എന്നാലും ലോകത്തിലെ ഏറ്റവും 10 പ്രമുഖ സെൻട്രൽ ബാങ്കിൻ്റെ കൈവശമുള്ള ഗോൾഡ് റിസർവിനേക്കാൾ കൂടുതലാണ് ഈ പറഞ്ഞ നമ്മളുടെ ഇന്ത്യയിലെ ഈ ഗാർഹികമായിട്ടുള്ള ഗോൾഡിൻ്റെ ശേഖരം എന്ന് പറഞ്ഞാൽ. അമേരിക്ക, ജർമ്മനി, ചൈന, ഇതൊക്കെ തന്നെ ഈ 10 സെൻട്രൽ ബാങ്ക് പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വേൾഡിലെ ടോപ്പ് സെൻട്രൽ ബാങ്കിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും G7-ലെ 7
ഏഴ് രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ വരും അതിനകത്ത്. ചൈനയും വരും അതിനകത്തിൽ. ബാക്കി രണ്ടും ഏഴും ഒന്നും എട്ട്, ബാക്കി രണ്ട് രാജ്യങ്ങളുടെയും കൂടെ ഉള്ളത്, അതായത് സ്വിറ്റ്സർലൻഡ് അതുപോലെ ഏതെങ്കിലും. സ്വിറ്റ്സർലൻഡ് G7 ഇല്ലല്ലോ എന്താ. അപ്പോൾ ഇത് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ WGCയുടെ എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് ഈ പറഞ്ഞ റിപ്പോർട്ട്. അപ്പോൾ അത് ക്രെഡിബിൾ ആയിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്ക്. ഏകദേശം 2.29 ട്രില്യൺ മൂല്യം ഇതിനകത്തിലുണ്ട്. അത് നമ്മുടെ GDPയുടെ ഏകദേശം 56% അല്ലെങ്കിൽ 55% ഉണ്ടാകും എന്നുള്ളൊരു നിഗമനമുണ്ടത്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, വലിയ ക്ഷേത്രങ്ങളുണ്ട് ഇന്ത്യയിലെ. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ, തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ആന്ധ്രയിലെ ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രങ്ങളുടെ കൈവശമുള്ള ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഫെയിംഡ് ടെമ്പിൾസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിലെ, അമ്പലങ്ങളിലെ ഗോൾഡിൻ്റെ ശേഖരം എന്ന് പറഞ്ഞാൽ ഏകദേശം 3000 മുതൽ 5000 ടൺ വരെ ഉണ്ടാകും എന്നാണ് ഇന്ത്യ ഗോൾഡ് പോളിസി സെന്ററിന്റെ റിപ്പോർട്ട് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 879 ടണ്ണ്, അതായത് ഫെബ്രുവരി ഈ പറഞ്ഞ 2025 വരെ 879 ടണ്ണ് റിസർവ് ബാങ്കിന്റെ കയ്യിലുണ്ടായിരുന്നു. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ 13% വരും. കാരണം ഒരു രാജ്യത്തിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ അവർ ഗോൾഡ് ഉൾപ്പെടുത്തും. ഗോൾഡിന്റെ കൂടെ കണക്കനുസരിച്ചാണ് ഒരു രാജ്യത്തിന്റെ ഫോറിൻ കറൻസി റിസർവ്, എക്സ്ചേഞ്ച് റിസർവ്. വിദേശ നാണ്യ ശേഖരത്തിൽ ഗോൾഡും ഉണ്ടാകും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞാൽ ഇതൊരു കൾച്ചറിന്റെ വിഷയമാണ്, അല്ലേ? സൗത്ത് ഇന്ത്യയിലുള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഗോൾഡിന് പ്രാധാന്യം കൊടുക്കുന്നത്. തമിഴ്നാട് മാത്രം തന്നെ 28% ഉണ്ട്. സൗത്ത് ഇന്ത്യൻ ആം, സംസ്ഥാനങ്ങളുടെ, നമ്മുടെ ഇന്ത്യയിലെ മൊത്തം കണക്കെടുക്കുന്ന ഏകദേശം 40%. ഇന്ത്യയുടെ മൊത്തം റിസർവിൻ്റെ 40%. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനം, നമുക്കറിയാം കേരളത്തിൻ്റെയും തമിഴ്നാട്ടിലെയൊക്കെ ഗോൾഡിൻ്റെ ഉപയോഗം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ തമിഴ്നാട് മാത്രമായിട്ട് 28%, അതായത് ഇന്ത്യയുടെ മൊത്തം ഗോൾഡ് റിസർവിൻ്റെ 28% തമിഴ്നാട് മാത്രമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബങ്ങൾക്കുണ്ടാകുമ്പോൾ, വ്യക്തികൾക്കുണ്ടാകുമ്പോൾ അവരുടെ കൈവശമുള്ള സ്വർണം അവർക്ക് പ്ലെഡ്ജ് ചെയ്തിട്ട് അവർക്ക് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനൊക്കെ സാധിക്കും, അല്ലേ? അപ്പോൾ അതാണ് ഗോൾഡ് കൈവശം വെക്കുന്നതിൻ്റെ ഇന്ത്യയിലെ ഈ പറഞ്ഞ വ്യക്തികളിലെ കുടുംബങ്ങൾക്കൊക്കെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മളുടെ കൈവശമുള്ള ഗോൾഡിനെ കുറിച്ച്, അതായത് വളരെ മൂല്യവത്തായിട്ടുള്ള 2.29 അല്ലെങ്കിൽ 2.4 ട്രില്യൺ മൂല്യം ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഗൾഫ് കൺട്രീസിനെയൊക്കെ നമുക്ക് വിലയ്ക്ക് മേടിക്കാൻ വേണമെങ്കിൽ അത്രയ്ക്ക് ധനം ഇന്ത്യയിലുണ്ട്. പക്ഷെ അത് ഒഫീഷ്യലായിട്ട് അതിനെ ചേൺ ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് പറയുക, ട്രാൻസ്ഫോം ചെയ്ത് നമ്മളുടെ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിലുള്ള പരാജയം നമ്മുടെ രാജ്യത്തുണ്ട്. ധനം ഉണ്ട്, തീർച്ചയായിട്ടും സമ്പത്തുണ്ട്, ധനമുണ്ട്, വിഭവങ്ങളുണ്ട്. പക്ഷെ അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് റിയൽ വെൽത്തായിട്ട് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഉള്ള പോളിസി ഫെയിലുവേഴ്സാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു വളർച്ചയില്ലാത്ത രാജ്യമായിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ സൗത്ത് ഇന്ത്യയിലെ മാത്രമുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ടെമ്പിൾസ്, അമ്പലങ്ങളിലെ സ്വർണത്തിൻ്റെ ഈ പറഞ്ഞില്ലേ 3000 മുതൽ എത്ര ടണ്ണാണ്, ഏകദേശം 5000 ടണ്ണോളം ഈ പറഞ്ഞ ടെമ്പിളിലെ മാത്രമായിട്ട് സ്വർണം ഉണ്ടെന്ന് പറഞ്ഞു. 3000 മുതൽ 5000 ടൺ വരെ ഗോൾഡ്. അപ്പം ഇതിൻ്റെ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗൾഫ്, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ കൈവശമുള്ള സ്വർണത്തെക്കാളൊക്കെ എത്രയോ മടങ്ങായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ സമ്പത്തോ അല്ലെങ്കിൽ ധനമോ വിഭവങ്ങളോ ഇല്ലാഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനെ കൃത്യമായിട്ട് നമ്മൾ എന്താ പറയുക, ഉപയോഗിച്ച് അത് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ജനങ്ങളുടെ ജീവിത നിലവാരത്തെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ളൊരു തലത്തിലേക്ക് അതിനെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയാതെ പോയി, അല്ലെങ്കിൽ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു പരാജയം അല്ലെങ്കിൽ ഒരു പിറ്റ്ഫോൾ, ഒരു ഷോർട്ട് കമ്മിങ്, ഒരു കുറവ് നമ്മുടെ രാജ്യത്തെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയും. ധനമുണ്ട്. ഇപ്പം ഈ പറഞ്ഞ 25,000 ടൺസ് അല്ലെങ്കിൽ 200 ലക്ഷം കോടി രൂപയുടെ അല്ലെങ്കിൽ
$3 ട്രില്യൺ അല്ലെങ്കിൽ 2.29 മുതൽ 2.4 ട്രില്യൺ ഡോളറിൻ്റെ പിന്നെ സ്വർണം, മൂല്യം ഉള്ള സ്വർണം ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ട അയൽരാജ്യമായ പാകിസ്ഥാൻ്റെ, ഇറാൻ്റെ ഒക്കെ തന്നെ GDP കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ഇതിന് അടുത്തുപോലും വരത്തില്ല. അപ്പം അത്രയ്ക്ക് അധികം സമ്പത്ത് ഇന്ത്യയിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പിന്നെ ഉദാഹരണമാണിത്, ലക്ഷണമാണിത്. പക്ഷെ അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സാമ്പത്തിക വ്യവസ്ഥയും സമ്പദ് രംഗമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഭരണകൂടത്തിന് ഇതിനെയൊക്കെ എങ്ങനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ കഴിയുമെങ്കിൽ തന്നെയും അതിനുള്ള താല്പര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ജനജീവിതത്തെ പിന്നെ എന്താണ് ഒരു പുരോഗതിയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള നയപരിപാടികളും അല്ലെങ്കിൽ സാമ്പത്തിക രീതികളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. അതല്ല നമ്മുടെ സംസാര വിഷയം. ഇത് ജസ്റ്റ് ഈ റിപ്പോർട്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ എന്താണ് പറയുന്നത്, ഒരു ഇൻക്രെഡിബിൾ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞത്. ലോകത്തിൽ വളരെ ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ഗോൾഡ് റിസർവ് ഉള്ള, ഇപ്പം വീടുകളിലായാലും അമ്പലങ്ങളിലായാലും രാജ്യം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവ് ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു എന്താണ് പറയുന്നത്, ഒരു നമ്മളെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് റിയൽ വെൽത്തിലേക്ക് നമുക്ക് സമ്പദ് വ്യവസ്ഥയെ വളർച്ചയുടെ പാതയിലേക്ക് നയിച്ച് ഇല്ലേ, സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി ഉണ്ടാക്കുന്ന തലത്തിലേക്ക് നമുക്കതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് മറ്റൊരു വിഷയമാണത്. പക്ഷേ ഇതാണ് നമുക്ക് ഈ നമ്മളുടെ പ്രധാനപ്പെട്ടൊരു ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു മെറ്റലാണ് ഗോൾഡ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. മറ്റൊരു പ്രധാന വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ഹാവ് എ വണ്ടർഫുൾ ഡേ.